നമസ്കാരം. ആലപ്പുഴ പോലെ കേരളത്തിന്റെ നെല്ലറയാണ് പാലക്കാട്. പാലക്കാട് എന്നാൽ കർഷകരെല്ലാം വളരെ ദുരിതത്തിലാണ്. കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാലത്ത് നെല്ലിന്റെ താങ്ങുവിലയൊന്നും ആർക്കും കൊടുത്തില്ല. നെല്ലെല്ലാം കെട്ടിക്കിടക്കാണ്, കൃഷി നാശമാണ് എല്ലായിടത്തും. മൃഗങ്ങൾ വന്ന് നശിപ്പിക്കുന്നു എന്ന് ഞാൻ അവിടെ പാലക്കാട് പോയപ്പോൾ അവിടെ കർഷകർ പറയണേ, പന്നികൾ കൂട്ടമായി വന്ന് ആക്രമിച്ച് നശിപ്പിക്കുകയാണ്. എന്തിനെ, നെല്ല് മാത്രമല്ല കിഴങ്ങ് വർഗ്ഗങ്ങൾ കംപ്ലീറ്റ് അവർ വന്ന് നശിപ്പിക്കും. എന്തിനെ, ഈ നമ്മളെ പപ്പായ അടക്കം ഇടിച്ചു താഴ്ത്തിയിട്ട് അവർ കഴിച്ചു പോകും. അങ്ങനെയാണ്, കൂട്ടത്തോടെയാണ് ആക്രമിക്കുന്നത്. ഒറ്റയ്ക്ക് അവരോട് നേരിടാൻ പറ്റില്ല, കാരണം ഭയങ്കര ശക്തിയാണ് പന്നികൾക്ക്. എന്തായാലും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിന് പല പ്രത്യേകതയുണ്ട്. ശോഭാ സുരേന്ദ്രൻ പാലക്കാടാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് ആണ് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലം, വിവാദങ്ങൾ കൊണ്ടും അതേപോലെ അവിടെ BJP മത്സരിക്കുന്നത് കൊണ്ടും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത് കൊണ്ടുമാണ് പാലക്കാട് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത്. കാരണം പാലക്കാടിനെ നമ്മൾ ഇത്ര ശ്രദ്ധിക്കപ്പെടാൻ കാരണം, ശോഭാ സുരേന്ദ്രൻ എവിടെ പോയാലും അവിടെ ഒന്നുകിൽ BJPയിലെ ചില നേതാക്കന്മാർ അവരെ തോൽപ്പിക്കാൻ നടക്കും, അതോടൊപ്പം അവർ സ്വന്തമായി തന്നെ നേരിട്ട് ഫൈറ്റ് ചെയ്തിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ആലപ്പുഴയിലും ആറ്റിങ്ങലും കഴക്കൂട്ടത്തും പാലക്കാടും അവർ ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനെ ഒരു ഇമേജാണ്. അങ്ങനെയുള്ള പാലക്കാട് ഇത്തവണ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ ഇല്ലയോ എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. പല എക്സിറ്റ് പോളിലും കോൺഗ്രസ് ജയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൊത്തം BJP 7 സീറ്റ് മുതൽ 10 വരെ സീറ്റ് വിജയിക്കുമെന്ന് ചില ചാനലുകൾ പറഞ്ഞു. അതിലൊന്ന് പാലക്കാടാണ്. പക്ഷേ ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കാനാണ് സാധ്യത എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. കാരണം സാധാരണക്കാരുടെ ഇടയിൽ ശോഭേച്ചി ആണ് ഇത്ര പ്രാവശ്യം ജയിക്കട്ടെ എന്നുള്ള സിമ്പതി അവരോടുണ്ട് എന്നുള്ളതാണ് സത്യം. അത് അവസാനമുണ്ടായ ചില വിവാദങ്ങൾക്ക് അവർക്ക് അനുകൂലമായി എന്നുള്ളതാണ് സത്യം. BJPയിലെ ചില ആളുകളാണ് അത്തരം വിവാദങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് കൃത്യമായി ക്രൈമിനറിയാം. ഈ 4-ാം തീയതി കഴിഞ്ഞാൽ അത്തരം വാർത്തകളൊക്കെ നമുക്ക് പരസ്യമായി പ്രസിദ്ധീകരിക്കാം. ഇപ്പോൾ അതിന് മുതിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ റിസൾട്ടിനെ പറ്റിയുള്ള ചർച്ചയാണ്. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ മാക്സിമം പോയാൽ 4 സീറ്റേ പാലക്കാട് കിട്ടുള്ളൂ, 8 സീറ്റ് LDF നേടും എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. ചില സർവേയിൽ 5 സീറ്റുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ പാലക്കാട് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് തങ്കപ്പൻ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞ 7 സീറ്റ് മിനിമം, 6 സീറ്റ് ഉറപ്പായിട്ടും UDF വിജയിക്കുമെന്നാണ്. പാലക്കാടിന് പുറമെ മണ്ണാർക്കാടിന് പുറമെ കോങ്ങാടിന് പുറമെ ചിറ്റൂരിന് പുറമെ പട്ടാമ്പിക്ക് പുറമെ തൃത്താലയും ഉറപ്പായിട്ടും വിജയിക്കും. കൂടാതെ മറ്റു മണ്ഡലങ്ങളിലെ ഒറ്റപ്പാലം അടക്കമുള്ള മറ്റു മണ്ഡലങ്ങളിലെല്ലാം ഈക്വൽ ഫൈറ്റ് ആണ്. ഈ നെന്മാറയിൽ ഈക്വൽ ഫൈറ്റ്, ആലത്തൂർ ഈക്വൽ ഫൈറ്റ് ആണ്. പഴയ മാതിരി LDFന് അനുകൂലമായ സംഭവമില്ല. ഷൊർണൂരടക്കം വലിയൊരു ഫൈറ്റാണ് നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടോട്ടൽ 12 സീറ്റിൽ 8 സീറ്റ് വരെ UDFന് കിട്ടിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ്. അതിനർത്ഥം ക്രൈം നേരത്തെ പറഞ്ഞിട്ടുള്ള 5 സീറ്റ് വരെ UDFന് പാലക്കാട് നേടാമെന്നാണ്. മാക്സിമം പോയാൽ 6 സീറ്റ് എന്നാണ്. അതേ 6 സീറ്റാണ് തങ്കപ്പൻ പറയുന്നത്. എന്തുകൊണ്ടാണ് അവിടെ ഇത്രയധികം വിജയം ഉണ്ടാകുന്നത് എന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. നെൽ കർഷകർ വലിയ ദുരിതത്തിലാണ്, അവര് കടക്കണിയിലാണ്, ജീവിക്കാൻ പറ്റാത്ത മാർഗമാണ്, നെല്ല് വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഗവൺമെന്റ് തിരിഞ്ഞു നോക്കിയില്ല. ഒന്നാമത്തെ കാരണം അതാണ് പറയുന്നതെങ്കിൽ, രണ്ടാമത്തെ കാരണം ഭരണവിരുദ്ധ വികാരം, അതിലുപരി പിണറായി വിരുദ്ധ വികാരമാണ് പാലക്കാട് ഉള്ളത്. മാത്രമല്ല പാലക്കാട് അവിടെ ശോഭാ സുരേന്ദ്രൻ വിജയിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉറപ്പായിട്ടും പിഷാരടി അവിടെ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം 6 സീറ്റ് കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ 100-ൽ പരം സീറ്റുകൾ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം UDFന്. കാരണം പാലക്കാട് കിട്ടുന്ന ഓരോ സീറ്റും പ്ലസ് ആണെന്ന് പറയാൻ പറ്റും. കാരണം CPMന്റെ ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ തവണ 2 സീറ്റ് മാത്രമാണ് പാലക്കാട് നിന്ന് UDFന് കിട്ടിയുള്ളത്. പാലക്കാടും ഒന്ന് മണ്ണാർക്കാടുമാണ്. മണ്ണാർക്കാട് നിർബന്ധമായിട്ട് വിജയിക്കുമെന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നും ഷംസുദ്ദീൻ്റെ ഒരു ശക്തി അവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പാലക്കാട്. പട്ടാമ്പിയിൽ എന്തായാലും തവണ UDF വിജയിക്കുമെന്ന് ക്രൈം കൃത്യമായി വിലയിരുത്തി. തൃത്താലയിൽ UDF വിജയിക്കുമെന്ന് കണക്കൂട്ടിയിട്ടുണ്ട്. ചിറ്റൂരിൽ വിജയിക്കുമെന്ന് കണക്കൂട്ടിയിട്ടുണ്ട്. കോങ്ങാട് വിജയിക്കുമെന്ന് കണക്കൂട്ടിയിട്ടുണ്ട്. ക്രൈമിന്റെ സർവേയിൽ നിന്ന് വ്യക്തമാവുന്ന. എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല എത്രമാത്രം വിജയിക്കില്ല എന്നുള്ളത്. പ്രത്യേക ഒറ്റപ്പാലത്ത്
ശക്തമായ മത്സരം PKCC കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും അത് എത്രമാത്രം വോട്ടായി മാറുമെന്ന് പറയാൻ പറ്റില്ല. കോങ്ങാടാണ് PKCCയും കൊണ്ട് LDFന് കിട്ടാൻ പോകുന്ന UDFന് കിട്ടാൻ പോകുന്ന ഗുണമെന്നാണ് ക്രൈം മനസ്സിലാക്കുന്നത്. മണ്ണാർക്കാടും അതുവഴി വലിയ ഭൂരിപക്ഷത്തിൽ ചിലപ്പോൾ 30,000-35,000 വോട്ടിലേക്ക് ഷംസുദ്ദീൻ വിജയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ പാലക്കാട് ശോഭാ സുരേന്ദ്രന് മുൻതൂക്കമാണെന്നാണ് ക്രൈം കരുതുന്നത്. പക്ഷേ തങ്കപ്പൻ അവിടുത്തെ ജില്ലാ DCC പ്രസിഡന്റ് പറയുന്നത് അവിടെ 6 സീറ്റ് UDF നേടും എന്ന് തന്നെയാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. നമസ്കാരം. നമസ്കാരം. ക്രൈം നന്ദകുമാറാണ്. നന്ദകുമാർ പറയും. എന്താണ് പാലക്കാട് മൊത്തത്തിൽ സ്ഥിതി? പാലക്കാട് കുഴപ്പമില്ല. പാലക്കാട് 5 സീറ്റ് വരെ മാക്സിമം പോയാൽ കിട്ടും. 4 സീറ്റ് വരെ കൂടി വരും. എത്ര സീറ്റുകൾ വരെ കിട്ടും? അത് തെറ്റാവില്ല. ഒരു നന്നായി പോകുന്ന ഒരു 6-7 വരെ വരും. 7 സീറ്റ്. ഏതൊക്കെ സീറ്റുകൾ? പട്ടാമ്പി, തൃത്താല, പട്ടാമ്പി, മണ്ണാർക്കാട്, പാലക്കാട്, കോങ്ങാട്, ചിറ്റൂര് പ്ലസ് നെന്മാറ കയറി വരും. പിന്നെ ഒരു നന്നായി അടിച്ച തരൂരും കയറി വരാൻ സാധ്യതയില്ല. കോങ്ങാട്, മണ്ണാർക്കാട്, പട്ടാമ്പി, തൃത്താല പ്ലസ് ചിറ്റൂര്, നെന്മാറ, തരൂര് ഇതുവരെ വരാൻ സാധ്യത. 6 സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? ഉറപ്പായി. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ തോൽക്കുന്നാണ് പറയുന്നത്. അത് തോക്കുന്നതാണ്. അവിടെ ഘടന ആർക്കും പഠിക്കാത്തൊരു സംഭവം വെച്ചാല് അത് നമ്മള് ഈ കോൺഗ്രസും BJP ആണ് മുനിസിപ്പാലിറ്റി മത്സരിക്കുന്നത്. പഞ്ചായത്ത് പോയ കോൺഗ്രസും CPM ആണ്. അവിടെ അതോട് കഴിഞ്ഞു. എവിടെ BJP അതോട് കഴിഞ്ഞു. തേർഡ് പാർട്ടിയെ മാറാണ്. പിന്നീട് ആര് മത്സരിച്ചാൽ അവിടെ കോൺഗ്രസ് ജയിക്കൂ. അവര് സാധാരണ എവിടെ നിന്നാലും വോട്ട് കൂട്ടി ഉണ്ടാക്കുന്ന ഒരാളാണ്. കൂട്ടുകാണെങ്കിൽ തന്നെ തേർഡ് പാർട്ടി അത്ര കേറില്ല അവിടെ പഞ്ചായത്ത്. അവരില്ല കൂട്ടാൻ. എത്ര വോട്ടിന് നയിക്കുന്ന ഉദ്ദേശിക്കുന്നത് പാലക്കാട്? ഒരു 10 എന്തായാലും ഉണ്ടാവും. 10 ഭൂരിപക്ഷത്തിന് കിട്ടും. ഓക്കെ. പിന്നെ മണ്ണാർക്കാട് എന്തായാലും വിജയിക്കുന്ന സീറ്റാണ് ആയിരിക്കാം. മണ്ണാർക്കാട് വിജയിച്ചു. പട്ടാമ്പി എത്ര വോട്ടിന് വിജയിക്കാൻ സാധ്യതയുണ്ട് പ്രാവശ്യം? പട്ടാമ്പിയോ? പട്ടാമ്പി ഞാൻ ചോട്ടെ, പാർലമെന്റ് 29,000 നമ്മുടെ ലീഡ്. അതൊന്നും കണക്കാക്കണ്ട. എങ്കിലും ഒരു 10 അവരുടെ കണക്കൂട്ട് 7,500 ജയിക്കുന്നതാണ് കണക്കൂട്ടിൽ അവിടുത്തെ വിലയിരുത്തൽ. തൃത്താല അതുപോലെ തന്നെ ഒരു 5,000 to 6,000 വോട്ടിന് വില ജയിക്കും. ചിറ്റൂർ അങ്ങനെ കണക്കാക്കുന്നത്. നെന്മാറ 6,500 പറയണത്. അവിടെ 5,000 ചില്ലറാണ് പറയണത് അവിടെ ചിറ്റൂര്. വേറെ ഗുണമുണ്ട്. ആ എതിർ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം അറിയാൻ തന്നെ ആൾക്കാർക്ക് വൈകി. മോതിരമാണല്ലോ, കൃഷ്ണൻകുട്ടിയുടെ ചിഹ്നമല്ല, വേറെ ചിഹ്നമാണ്. അത് തന്നെ അവർക്ക് മൈനസാണ്. കോങ്ങാട് 7,000 വോട്ടിന് കിട്ടി ആണല്ലേ? അപ്പൊ 7 സീറ്റ് വരെ കിട്ടുന്നല്ലേ പറഞ്ഞത്? ഇപ്പം ഞാൻ 1, 2, 3, 4, 5, 6, 7 ആയി. ഇനി ഫേവർ ആയിട്ട് വരികയാണെങ്കിൽ തരൂർ കൂടി ജയിച്ചു വരും. 8 സീറ്റ്. അപ്പൊ ഇന്നലെ പുറത്ത് വന്ന അതൊന്നും കണക്കാക്കണ്ട. അത് മുഴുവൻ തെറ്റാ. അവര് അത് കേട്ടപ്പോ തന്നെ ഞെട്ടിപ്പോയി. അവര് പറഞ്ഞ അറിയോ, 4 മണ്ണാർക്കാട് പറഞ്ഞിരുന്നില്ല. ഇന്നലെ മനോരമ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. മണ്ണാർക്കാട് ജയിക്കുന്ന ലിസ്റ്റ് പെടുത്തിയില്ല അവര്. മണ്ണാർക്കാട് ലിസ്റ്റ് പെടുത്തിയില്ല. ഇത് പൂർണ്ണമായും തെറ്റാണെന്ന് അർത്ഥമാണ്. അതെ, വർഷങ്ങളായി നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ മണ്ണാർക്കാട്. അത് മാത്രമല്ല, അവര് പറഞ്ഞത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് പറഞ്ഞത് തൃത്താല ഓക്കെ, ഒറ്റപ്പാലം നേരെ ഭൂരിപക്ഷത് അതിൽ സുമോദി ജയിക്കും. ഓക്കെ, പാലക്കാട് ജയിക്കും. പിന്നെ പറയുന്നത് കോങ്ങാട്, ചിറ്റൂര്, പട്ടാമ്പി ജയിക്കാം. അപ്പോഴും മണ്ണാർക്കാട് വരുന്നില്ല. എന്തൊക്കെ ഘടകങ്ങളാണ് പാലക്കാട് നമുക്ക് അനുകൂലമായി വന്നത്? അവിടെ കർഷകരുടെ സ്ഥിതി ഭയങ്കര ദയനീയ അവസ്ഥയാണ്. ഇപ്പൊ വന്ന് നോക്കിയാൽ മതി. പറ്റുമെങ്കിൽ ചില കർഷകർക്ക് പാവങ്ങൾ തല്ലിക്കൊല്ലും. നിങ്ങളറിയോ 13 ജില്ലയിലും നെല്ലെടുക്കുന്നുണ്ട്. പൈസ കൊടുക്കുന്ന സിവിൽ സപ്ലൈസാണ്. ഈ പാലക്കാട് ജില്ലയിൽ നെല്ലെടുക്കുന്നുണ്ട്. പൈസ കൊടുക്കാൻ കോപ്പറേറ്റീവ് വേണ്ട. കോപ്പറേറ്റീവ് ബാങ്കിന് ഏൽപ്പിച്ചിട്ട് പോയിരിക്കവര്. ഞാൻ നിങ്ങൾക്ക് തന്ന സാധനത്തിന് വില നിങ്ങളല്ലേ തരേണ്ടത്. വേറെ ആൾ വാങ്ങിക്കാൻ വേണ്ടി പോയ എന്തതിനർത്ഥം? കൊടുത്തിട്ടില്ല ആരും. ഈ ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ഏകീകരിച്ചു UDF അനുകൂലമായി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ എത്രമാത്രം ഗുണം കിട്ടും? അതൊക്കെയാണ് കോങ്ങാട് ഗുണം കിട്ടുക, പട്ടാമ്പി ഗുണം കിട്ടുക. കോങ്ങാട് ക്രിസ്ത്യൻ മുസ്ലിം 4 പഞ്ചായത്തില്
പ്രത്യേകിച്ച് 3 പഞ്ചായത്ത് 60%, അത് 60% കിട്ടും. അതാണ് കോങ്ങാടുള്ള ഒരു ഗുണം വരുന്നത്. പിന്നെ ഈ ശബരിമല വിവാദം എത്രമാത്രം, സ്വർണ്ണക്കൊള്ള എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട്? പഞ്ചായത്ത് കത്തിയാണ്. അത് നമ്മള് അത് ലൈവായി നിർത്തിയിട്ടൊന്നുമില്ല, എങ്കിലും അതിന്റെ ഒരു ഇതുണ്ട്. ഭരണവിരുദ്ധ വികാരം അതാണ് മെയിൻ കേസ്. മെയിൻ കേസ് പറഞ്ഞത് നമ്മള് പഴയ ഗവൺമെന്റും മാത്രമല്ല ഈ മുഖ്യമന്ത്രി മാറണം എന്നുള്ള ജനവികാരം CPM പ്രവർത്തകരുടെ ഉള്ളിൽ ആളിക്കത്തുന്നുണ്ട്. CPM വോട്ട് എത്രമാത്രം UDF-ലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങള് ഒരു CPM-മാരുടെ ചോദിച്ചാലും അവൻ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നു പറയില്ല, പൊരിക്കേ വേണ്ട. പക്ഷെ അവൻ ചെയ്തിട്ടുണ്ടാവും. അതെങ്ങനെ CPM ഇതിന്റെ മുമ്പേ ഈ ആലത്തൂർ നിയമനത്തിൽ 1.5 ലക്ഷം വോട്ടിന് രമ്യകാരത്ത് ജയിക്കുമ്പോ ഞാൻ അവിടെ ചെയർമാനായിരുന്നു. അവിടെ ഒരു കിഴക്കഞ്ചേരി പറഞ്ഞ പഞ്ചായത്ത് 4000 വോട്ടിന് എന്നും പുറകെ പോകുന്ന പഞ്ചായത്താ. അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എണ്ണി നോക്കിയപ്പോ തിരിച്ച് 5500 ലീഡാ. അപ്പൊ അവരിങ്ങോട്ട് ചെയ്യുന്നത് ഒരിക്കലും ആക്കിയില്ല. മുന്നിൽ നിൽക്കുന്നവനും അറിയില്ല വോട്ട് ചെയ്യാൻ, പിന്നെ നിൽക്കുന്നവനും അറിയില്ല ആർക്കാ ചെയ്യുന്നത്, ഒരിക്കലും പറയൂല. ഏത് സർവേ വന്നാലും പറയില്ല. പറഞ്ഞവന് അവന്റെ വീട് ഒറ്റപ്പെടുത്തും, അവനെ തല്ലിക്കൊല്ലും, അതൊക്കെയാണ് അവര് ഒരിക്കലും പറയില്ല. ഈ പൊതുജന യാത്ര എത്രമാത്രം വിജയിച്ചിരുന്നു അവിടെ? പുതിയ യാത്ര വെച്ചാല് ഒന്നാമത് ഏത് യാത്ര ചെയ്യുന്ന സംഘടനാ സംവിധാനം നമ്മൾ 1 വർഷമായിട്ട് ഗംഭീരമായിട്ട് അതല്ലെങ്കിൽ ഒരു യാത്രയും നടക്കില്ല, ഒരു ഇലക്ഷൻ നടക്കില്ല. സംഘടനാ സംവിധാനം നന്നായി കൊണ്ടുപോയത് കൊണ്ട് തന്നെയാണ് അത് നന്നായി കൊണ്ടുപോയില്ലേ. പക്ഷേ കേരളത്തിലെ എല്ലായിടത്തും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി. ഇപ്പം പാലക്കാട് അത്ര വേണ്ടത്ര വിജയം ഉണ്ടായില്ല. ഉള്ളത് മെച്ചമാണ്. നമുക്ക് ആദ്യം എത്ര ഉണ്ടാകുന്ന നോക്കണം. നമുക്ക് ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടോ? ഇല്ല. പാലക്കാട് നമുക്ക് ഒരു മുനിസിപ്പാലിറ്റിയും ഇല്ല. അതാണ് നമ്മൾ ജയിച്ചു വരുന്നത്. എത്ര ഈ നമുക്ക് സത്യം വേണമെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി BJPക്ക് ഒരു വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലല്ലോ. ഇല്ല. ചെറ്റൂരും പട്ടാമ്പി പിടിച്ചില്ലേ, മണാക്കാട് പിടിച്ചില്ലേ? ഈ ശോഭാ സുരേന്ദ്രനെതിരെ BJPക്കുള്ളിൽ നിന്ന് കാല് വാരിയിട്ടുണ്ടോ? അതിന്റെ പിണക്കം നന്നായിട്ടുണ്ട്. മലമ്പുഴയിൽ എന്തായിരിക്കും സ്ഥിതി സുരേഷ്? നന്നായിട്ട് ഒരു മത്സരം കാഴ്ച വെച്ചിട്ടുണ്ട്. നല്ല ഫൈറ്റ് നടന്നു. ജയിക്കും തോൽക്കും ഒന്നും പറയാൻ പറ്റില്ല. അത് നിങ്ങൾ പറയുമ്പോഴും നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കാത്ത വിജയം സംഭവിക്കാത്ത ഈ പുതിയുഗ യാത്ര, VD സതീശൻ യാത്ര പാലക്കാട് ജില്ല കംപ്ലീറ്റ് നല്ല വിജയമായിരുന്നു. അതൊക്കെ ഞങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുണ്ട്. സതീശനല്ലോ പരിപാടിയൊക്കെ നന്നാക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം? അതൊന്നും ഞാൻ പറയാൻ ഞാൻ ജയിച്ചിട്ടല്ല, എല്ലാം നന്നായിട്ട് ഉണ്ട്. എന്തായാലും 7 സീറ്റ് വരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പാലക്കാട്. എന്തായാലും 6 സീറ്റ് ഉറപ്പാണ്. പക്ഷെ എക്സിറ്റ് പോളിൽ പറയുന്നത് ഏറ്റവും പാലക്കാട് LDF-നോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞോട്ടെ. ഇതുപോലെ തന്നെ കഴിഞ്ഞ ശ്രീകണ്ഠൻ തോൽക്കുമ്പോഴാണ് ഇതേ എക്സിറ്റ് പോള്, ഇതേ ജോണി ലൂക്കോസ് ഇവരൊക്കെ പറഞ്ഞാണ് അന്ന്. അതേ ഫോട്ടോ വേണം എടുത്ത് നോക്കിയാൽ മതി. ഇതിന്റെ വിലയിരുത്തല് 70,000 വോട്ടാ ജയിച്ചത്, ചെറിയ വോട്ടിനല്ല. ഇതേ ഷാഫി തോൽക്കുമ്പോഴാണ്, ഒരു ഓർമ്മയുണ്ടോ? ഷാഫി 1 സംതിങ്ങിനാ ജയിച്ചത്. വിലയിരുത്തുന്നതാണ്. അപ്പൊ എക്സിറ്റ് പോൾ ഫലങ്ങൾ യാതൊരു ബന്ധവുമില്ല. അപ്പൊ 7 സീറ്റ് UDF പാലക്കാട് പിടിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 100 സീറ്റിൽ മേലെ UDF-ന് കിട്ടില്ലേ കേരളത്തിൽ? പറയാം എന്തായാലും 4-ാം തീയതി ഉണ്ടല്ലോ. ഓക്കെ താങ്ക് യു.